ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഇപ്പോൾ നമ്മൾ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ക്ലാസ് 9th ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസ് ആണ്. അതിലെ 12 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 13th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ 13th ക്വസ്റ്റ്യൻ നോക്കാം. ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ദ പോയിൻറ്റ്സ് ഡി ഇ ആൻഡ് എഫ്. Given that the coordinates of D, E and F are 5, 1, 6, 5 and 0, 3 respectively, find the coordinates of A, B and C. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഉണ്ട് എ ബി സി. ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിൻ്റെയും 3 സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൻ്റെയും കോർഡിനേറ്റ്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ട്രയാങ്കിൾ എ ബി സി. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതിന് എ ബിയുടെ മിഡ് പോയിൻ്റ് എന്തായിട്ട് എടുക്കാം? ഡി ആയിട്ട് എടുക്കാം. ബി സിയുടെ മിഡ് പോയിൻ്റ് ഇ ആയിട്ട് എടുക്കാം. എ സി ഓർ സി എയുടെ മിഡ് പോയിൻ്റ് എഫ് ആയിട്ട് എടുക്കാം. ഈ മിഡ് പോയിൻറ്റ്സിൻ്റെ ഒക്കെ കോർഡിനേറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിയുടെ കോർഡിനേറ്റ് എന്താണ്? 5, 1. ഇയുടെ കോർഡിനേറ്റ് എന്താണ്? 6, 5. എഫിൻ്റെ കോർഡിനേറ്റ് എന്താണ്? 0, 3. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കണത്? മിഡ് പോയിൻറ്റ് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യണത്. ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ 3 വെർട്ടീസസിൻ്റെ എ ബി സിയുടെ കോർഡിനേറ്റ്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിഡ് പോയിൻറ്റ് ഫോർമുല എന്തായിരുന്നു? ഒരു ലൈൻ്റെ 2 എൻ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് x1 y1, ഇവിടുത്തെ കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ ഈ ലൈൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? x1 + x2/2 y1 + y2/2 ആയിരിക്കും. അതാണ് നമ്മൾ പഠിച്ച മിഡ് പോയിൻറ്റ് ഫോർമുല. ഓർമ്മയുണ്ടല്ലോ? ഒരു ലൈൻ്റെ 2 അറ്റത്തെ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിൻറ്റ് എന്ത് ചെയ്താൽ മതി? 2x കോർഡിനേറ്റ്സ് ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുക്കുക. 2ൻ്റെയും y കോർഡിനേറ്റ്സ് ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്താൽ മിഡ് പോയിൻറ്റിൻ്റെ XY കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഇവിടെ നമുക്ക് മിഡ് പോയിൻ്റ് അല്ല കണ്ടുപിടിക്കേണ്ട, മിഡ് പോയിൻറ്റ് ഈസ് ഗിവൺ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എയും ബിയും സിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എ ബി എന്ന് പറഞ്ഞ സൈഡ് എടുക്കാം. എയുടെ കോർഡിനേറ്റ് x1 y1, ബിയുടെ കോർഡിനേറ്റ് x2 y2, സിയുടെ കോർഡിനേറ്റ് x3 y3 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ഡി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഡി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, 5, 1 ആണെന്നറിയാം. അപ്പോൾ ഡീനെ നമുക്ക് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് വെച്ചിട്ട് എങ്ങനെ എഴുതാം? x1 + x2/2 ആണ് 5 അല്ലേ? x1 + x2/2. പിന്നെ അടുത്തത് എന്താ? y1 + y2/2. അതാണ് എന്ത്? 5, 1 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? x1 + x2/2 = 5. ഇതിന് നമുക്കൊന്നും കൂടി എങ്ങനെ എഴുതാം? x1 + x2 = ഈ 2 ഇങ്ങോട്ട് വന്നു. 5 × 2 എന്തായി? 10 ആയി. ഇക്വേഷൻ ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ 1. ഇനി ഇതുപോലെ അടുത്ത ഇക്വേഷൻ എന്താ? y1 + y2/2 ആണ് മിഡ് പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് വിച്ച് ഈസ് 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? y1 + y2 = ഈ 2 1ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 1 × 2 = 2 കിട്ടി. അപ്പോൾ y1 + y2/2 = 2. അത് ഇക്വേഷൻ 2 ആയി. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? എയും ബിയുടെയും കോർഡിനേറ്റും മിഡ് പോയിൻറ്റും വെച്ചിട്ട് കിട്ടി. ഇനി നമ്മൾ ബിയുടെയും സിയുടെയും കോർഡിനേറ്റും ബി സിയുടെ മിഡ് പോയിൻറ്റും വെച്ചിട്ട് അടുത്ത 2 ഇക്വേഷൻ നോക്കാം. ബിയുടെ കോർഡിനേറ്റ് x2 y2, സിയുടെ x3 y3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് മിഡ് പോയിൻ്റ് എന്തായിരിക്കും? x2 + x3/2. ഇനി y കോർഡിനേറ്റ് ഓഫ് മിഡ് പോയിൻ്റ് എന്താ? y2 + y3/2 ആണ് ബി സിയുടെ മിഡ് പോയിൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 6, 5 ആണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? x2 + x3/2 = 6. ഇതിൽ നമുക്ക് എന്ത് എഴുതാം? x2 + x3 = 6 × 2 12. ഇത് ഇക്വേഷൻ 3. ഇനി അടുത്തത് y2 + y3/2 എന്താണ്? y കോർഡിനേറ്റ് ഓഫ് മിഡ് പോയിൻ്റ്, അതാണ് 5. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? y2 + y3 = 5 × 2 10. ഇത് ഇക്വേഷൻ 4.
ഇനി അടുത്ത സൈഡ് ഏതാ? എ സി ഓർ സി എ എന്ന് പറയും. അപ്പോൾ എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് ഏതൊക്കെ? x1y1 x3y3. എ സിയുടെ മിഡ് പോയിൻറ്റ് F03, അതായത് x1 + x3/2 y1 + y3/2 എന്താണ്? തന്നിരിക്കുന്ന മിഡ് പോയിൻറ്റ് 03. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? x1 + x3/2 = 0. ഇതിൽ നിന്ന് ഇക്വേഷൻ x1 + x3 = 2 × 0 0. ഇത് ഇക്വേഷൻ എത്രാമത്തെയാണ്? 5th വൺ. ഇനി അടുത്തത് y കോർഡിനേറ്റ് വെച്ചിട്ട് എഴുതാം. y1 + y3/2 = y കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിൻറ്റ് 3 implies y1 + y3 = 3 × 2 എന്താ? 6. 6th ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മളിവിടെ മൊത്തം എത്ര ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്? 6 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ 6 ഇക്വേഷൻസ്. ഇനി നമ്മളിതിലെ എക്സിൻ്റെ ഇക്വേഷൻസ് മാത്രം, എക്സ് കോർഡിനേറ്റ്സ് x1 x2 x3 ഉള്ള എത്ര ഇക്വേഷൻസ് ഉണ്ട്? 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. ആദ്യത്തെ ഇക്വേഷൻ ഏതാ? ഇത് ഇക്വേഷൻ 1, ഇത് 2, ഇത് 3, ഇത് 4th ഇക്വേഷൻ, ഇത് 5th ഇക്വേഷൻ, ഇത് 6th ഇക്വേഷൻ. നമ്മൾ ഏത് ഇക്വേഷൻസൊക്കെ ആഡ് ചെയ്യണേ? 1 + ഇക്വേഷൻ 3 + ഇക്വേഷൻ 5. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം, x1 + x2. ഈ RHS നമ്മൾ ലാസ്റ്റ് എഴുതിയാൽ മതി. x1 + LHS എല്ലാം കൂടി ആഡ് ചെയ്യുക, RHS എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ x1 + x2 = ഇനി അടുത്തത് എന്താ? അടുത്തത് തേർഡ് ഇക്വേഷൻ ഏതാ? x2 + x3 പ്ലസ് അടുത്തത് x1 + x3 ഇനി = ഇവിടെ എന്താണ്? 10. അടുത്തത് എന്താ? +12 പ്ലസ് ഇവിടെ 0. നമുക്ക് എന്ത് കിട്ടി? x1 എത്ര എണ്ണം ഉണ്ട്? 2x1 ഉണ്ട്. അപ്പോൾ 2x1. x2 + x2 എന്താണ്? 2x2. x3 + x3 എത്രയാണ്? 2x3 = 10 + 12 + 0, ദാറ്റ് ഈസ് 22 + 0 = 22. കിട്ടിയില്ല? ഇവിടം വരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 കോമൺ ആണ് അല്ലേ? x1ലും x2നും x3ലും എന്തുണ്ട്? 2 കോമൺ ആണ്. അപ്പോൾ 2നെ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടി? 2 × x1 + x2 + x3 = 22. അങ്ങനെയാണെങ്കിൽ ഈ 2നെ നമുക്ക് 22ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? x1 + x2 + x3 = 22/2. നമുക്ക് കിട്ടിയ എക്സ് കോർഡിനേറ്റ്സുകളുടെ ഇക്വേഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ 3 ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്തത്. ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനാണ് x1 + x2 + x3 = 11 എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ x1 + x2ന് 10 എന്ന് കൊടുക്കാം, അപ്പോൾ x3 കിട്ടും. അല്ലെങ്കിൽ x1 + x3 0 കൊടുത്താൽ x2 = എന്ത് കിട്ടും? 11. നമുക്കിവിടെ x1 + x3 എന്തായി? 0 ആണല്ലോ. ഇവിടെ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. x1 + x3 = 0. അപ്പോൾ സിൻസ് x1 + x3 = 0, ഇക്വേഷന് നമുക്ക് 7 എന്ന് കൊടുക്കാം അല്ലേ? ഇവിടെ 6 എണ്ണം, ഇവിടെ 7. അപ്പോൾ ഈ 7th ഇക്വേഷൻ ബിക്കംസ് x2 = 11. ഇതിൽ നിന്ന് നമുക്ക് x2ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 11 കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്കി x2ൻ്റെ വാല്യൂ 11 ആണെങ്കിൽ x1 എത്രയായിരിക്കും? ഈ ഒരു ഇക്വേഷനിൽ x2ന് 11 കൊടുക്കാം. x1 + 11 = 10. അങ്ങനെയാണെങ്കിൽ x1 = എന്താ? 10 - 11 = -1. കിട്ടിയല്ലോ. ഇനി x1 എന്താണോ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും x3 അല്ലേ? x1 + x3 = എന്താ? x1 + x3 = 0. അപ്പോൾ ഇവിടെ -1 + x3 = 0 ആണെങ്കിൽ x3 = എന്തായിരിക്കും? ഈ -1 0ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതെന്തായി മാറി? +1. അതായത് 0 + 1 ദാറ്റ് ഈസ് 1. അപ്പോൾ x1 -1, x3 +1, x2 11. അപ്പോൾ 3 x കോർഡിനേറ്റും കിട്ടി. x1 എന്താണ്? -1, x2 11 കിട്ടി, x3 എന്ത് കിട്ടി? +1 കിട്ടി. ഇനി y1, y2, y3
കണ്ടുപിടിക്കും. ഇനി സെയിം മെത്തേഡ് വെച്ച് നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ y കോർഡിനേറ്റ് ഉള്ള 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഇക്വേഷൻ 2, ഇക്വേഷൻ 4, ഇക്വേഷൻ 6. അപ്പോൾ ഈ 3 ഇക്വേഷനും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം LHS ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? y1 + y2, അടുത്തത് പ്ലസ് y2 + y3 പ്ലസ് y1 + y3 ഈക്വൽ ടു, ഇനി RHS ആഡ് ചെയ്ത് ഈക്വൽ ടു എന്താണ്? RHS ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 + 10 + 6 ഈക്വൽ ടു 18. അപ്പോൾ y1 എത്ര ഉണ്ട്? 2 ഉണ്ട്. y1 + y1 2y1 പ്ലസ് y2 + y2 2y2 y3 + y3 2y3 ഈക്വൽ ടു ആണ് 18. അപ്പോൾ ഇതിൽ നിന്ന് 2നെ നമുക്ക് എന്ത് കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതെന്തായി? 2 × y1 + y2 + y3 ഈക്വൽ ടു 18 ആയി. ഈ 2നെ നമുക്ക് 18 കൊടുക്കാം. അപ്പോൾ ഈ 2 ഇവിടെ നിന്ന് പോയോ? പോയി. 18ൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ 18 / 2 ആയി. അങ്ങനെ എന്തായി മാറിയത്? 9 ആയി മാറി. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ നമ്പർ 8, y1 + y2 + y3 ഈക്വൽ ടു 9. അതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. y1 + y2 + y3 ഈക്വൽ ടു 9. ഇപ്പോൾ ഇവിടെ y1 + y2 ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ എത്രയാണ്? 2 ആണ്. y1 + y2 എത്രയാണ്? 2. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് y1 + y2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇതിന് പകരം ഇവിടെ 2 കൊടുക്കാം. 2 പ്ലസ് ഇനി ഇവിടെ y3 ഈക്വൽ ടു 9. അങ്ങനെയാണെങ്കിൽ y3 ഈക്വൽ ടു എന്തായിരിക്കും? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -2. അപ്പോൾ ഇത് എത്രയായി? 7. അപ്പോൾ y3 എത്ര കിട്ടി? 7 കിട്ടിയില്ല. അപ്പോൾ y3 7 കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് y2 + y3 എത്രയാ? 10. അപ്പോൾ y1 എത്രയാ? y1 ഇവിടെ y2 + y3ക്ക് പകരം നമുക്ക് എത്ര എഴുതാം? 10 എടുക്കാം ഈക്വൽ ടു 9. അപ്പോൾ y1 ഈക്വൽ ടു എന്തായിരിക്കും? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -9 ഈക്വൽ ടു -1. അപ്പോൾ y1 -1. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? y2 ആണ് വേണ്ടത്. y2 കിട്ടാനായിട്ട് നമുക്ക് y1 + y3 6 ആണ് അല്ലേ? y1 + y3 6 ആണ്. അപ്പോൾ ഈ y2 എത്രയായിരിക്കും? 6 + y2 ഈക്വൽ ടു 9. അങ്ങനെയാണെങ്കിൽ y2 ഈക്വൽ ടു 6 9ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ -6. y2 ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. അപ്പോൾ y2 എത്രയായി? 3. y1 എത്രയാ? -1. y3 എത്രയാ? 7. ഇനി ഇതൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക? എ ബി എന്ന ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5 1. അപ്പോൾ നമ്മൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. അപ്പം മിഡ് പോയിൻ്റ് ഇവിടെ 5 1 തന്നെ കിട്ടണ്ടോന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മിഡ് പോയിൻ്റ് എന്തായിരിക്കും? -1 + 11 എത്രയാ? 10. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തു. -1 + 11 അതായത് 10/2. 10ൻ്റെ പകുതി എടുക്കുമ്പോൾ എന്താ? 5. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 5 കിട്ടി മിഡ് പോയിൻറ്റിൻ്റെ. ഇനി y കോർഡിനേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തേ 3ഉം -1ഉം ആഡ് ചെയ്തു. എത്രയാണ് കിട്ടിയേ? 2. 2/2 എത്രയാ? 2ൻ്റെ പകുതി എത്രയാ? 1. അപ്പോൾ 5 1 കറക്റ്റ്. ഇനി അതേപോലെ ഇവിടെ ആഡ് ചെയ്യുക. 11 + 1 2 എക്സ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്തു. 12 അതിൻ്റെ പകുതി എടുത്തു. എത്രയാ? 6. ഇനി 3 + 7 എത്രയാ? 10. 10ൻ്റെ പകുതി 5. അപ്പോൾ 6 5 മിഡ് പോയിൻ്റ് വന്നു. ഓക്കെ. ഇനി അടുത്തത് എ സിയുടെ മിഡ് പോയിൻ്റ് -1 + 1. അപ്പോൾ എന്തായി? 0. 0/2 is 0. ഇനി -1 + 7. അപ്പോൾ എന്തായി? 6. 6ൻ്റെ പകുതി 3. 0 3. കറക്റ്റ് അല്ലേ? 5 1 കിട്ടി, 6 5 കിട്ടി, 0 3യും കിട്ടി. ഇനി അടുത്ത 14th ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യനാണ്. വലിയ ക്വസ്റ്റ്യൻ ആണെന്നുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. എ സിറ്റി ഹാസ് 2 മെയിൻ റോഡ്സ് വിച്ച് ക്രോസ് ഈച്ച് അതർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സിറ്റി. These 2 roads are along the north-south direction and east-west direction. All the other streets of the city run parallel to these roads and are 200 meters apart. There are 10 streets in each direction. എന്താ പറഞ്ഞത്? ഒരു സിറ്റിയിൽ 2 മെയിൻ റോഡ്സ് ആണുള്ളത്. ഒരു റോഡ് പോണത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, പിന്നെ അടുത്തത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. ഈ 2
റോഡും എന്ത് ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ക്രോസ് ചെയ്യും എവിടെ വെച്ചിട്ട്? സെൻറ്റർ ഓഫ് ദ സിറ്റിയിൽ. ഇനി ഈ റോഡുകളുടെ 200 മീറ്റർ നീങ്ങിയിട്ടാണ് ഓരോരോ സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ ഓരോ സ്ട്രീറ്റും എത്ര മീറ്റർ അകലത്തിലാണ്? 200 മീറ്റർ. ഇനി അങ്ങനത്തെ 10 സ്ട്രീറ്റ്സ് ഇൻ ഈച്ച് ഡയറക്ഷൻ, അതായത് നോർത്ത് ഡയറക്ഷനിൽ 10 ഉണ്ട്, സൗത്ത് ഡയറക്ഷനിൽ 10 ഉണ്ട്, ഈസ്റ്റ് ഡയറക്ഷനിലും 10 ഉണ്ട്, വെസ്റ്റ് ഡയറക്ഷനിലും 10 സ്ട്രീറ്റ്സ് ഉണ്ട്. Using 1 centimeter equal to 200 meter, draw a model of the city in your notebook. Represent the roads or the streets by single lines. There are street intersections in the model. Each street intersection is formed by 2 streets, one running in the north-south direction and another in the east-west direction. Each street intersection is referred to in the following manner. If the second street running in the north-south direction and fifth street in the east-west direction meet at some crossing, then we call this street intersection 2, 5. Using this convention, find how many street intersections can be referred to as 4, 3. How many street intersections can be referred to as 3, 4. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇതിലൊന്നുമില്ല കാര്യമായിട്ട് ചോദിച്ചിട്ട് ഇല്ല. പക്ഷെ നമുക്ക് ഇതിലൊരു പണിയുള്ളത് ഈ വരയ്ക്കാനാണ്. ഇതിൽ ഈ 10 സ്ട്രീറ്റ്സ് വെച്ചിട്ട് എല്ലാ സൈഡിലും വരയ്ക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള ലൈൻ, അതായത് എക്സ് ആക്സിസ് വരച്ചു. അപ്പോൾ ഇതിൽ മൊത്തം 20 പോയിൻറ്റ്സ് വേണം. അത് ഓർത്തിരിക്കുക. കാരണം എന്താണ്, ഈ ഒരു ഭാഗത്ത് 10 സ്ട്രീറ്റ്സും ഈ ഒരു ഭാഗത്ത് 10 സ്ട്രീറ്റ്സും വേണം. അതുപോലെ തന്നെ നോർത്ത് സൗത്ത്, അതായത് വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ അവിടെയും 10 സ്ട്രീറ്റ് പോകണം. പിന്നെ ഇങ്ങോട്ടും 10 സ്ട്രീറ്റ് ഉള്ള പോയിൻ്റ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. അതിൽ ഓരോ സെക്ഷനിലും 10 പോയിൻറ്റ്സ് വീതം അടയാളപ്പെടുത്താം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു എക്സ് ആക്സിസിലെ പോസിറ്റീവ് സൈഡിൽ 10 പോയിൻറ്റ്സ്, നെഗറ്റീവ് സൈഡിലും 10 പോയിൻറ്റ്സ്, വൈ ആക്സിസിലെ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും 10 പോയിൻറ്റ്സ് വീതം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ പോയിൻറ്റിലും ഓരോ ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കണം, വെർട്ടിക്കൽ ലൈനും വരയ്ക്കണം. ഇങ്ങനെ പോണ സ്ട്രീറ്റ്സ് ഏതാണ്? ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് പോണ സ്ട്രീറ്റ്. ഇങ്ങനെ പോകുന്ന സ്ട്രീറ്റാണ് എന്ത്? നോർത്ത് സൗത്ത് ആയിട്ട് പോണ സ്ട്രീറ്റ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ലൈനായിട്ട് വരയ്ക്കുക. ഇതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ഗ്രാഫ് എടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ സെൻറ്റിമീറ്ററും, അതായത് ഓരോ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 200 മീറ്ററാണ്. ഇതാണ് ഏത്? മെയിൻ റോഡുകൾ 2 റോഡ്, എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് 2 റോഡ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ക്രോസിംഗ് ആണ് സെൻറ്റർ ഓഫ് ദ സിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ സിറ്റിയിൽ ഈ റോഡിന് 200 മീറ്റർ ആയിട്ട് ഓരോ സ്ട്രീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് എങ്ങനെയാണ്? നോർത്ത് സൗത്ത് ഇതിൽ പോകുന്നതാണ്. അടുത്ത സ്ട്രീറ്റ് അതേ ഡയറക്ഷൻ. വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്നതെല്ലാം ഏത് ഡയറക്ഷനാണ്? നോർത്ത് സൗത്ത്. ഇങ്ങനെ എല്ലാ പോയിൻറ്റിലും വരയ്ക്കണം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ആകെ കൂടിയുള്ളൊരു പണി. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ ചെയ്യാൻ പോകണ്ട കേട്ടോ. ഇതുപോലൊരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത്. വരച്ചങ്ങ് മനുഷ്യരെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ചുമ്മാ മനുഷ്യരെങ്ങനെ വട്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിന് വേറെ എനിക്ക് തോന്നണില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് ചോദിക്കുന്നത്. അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. ഈ കണ്ട ലൈൻ മുഴുവനും ലാസ്റ്റ് വരച്ച് എവിടേക്ക് തെറ്റിയിട്ടുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്താൽ മതി എന്നായി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോ സ്ട്രീറ്റ്, ഇങ്ങനെ പോണ സ്ട്രീറ്റ് ഇതെന്താണ്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഇങ്ങനെ പോണ സ്ട്രീറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇനി നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ 5th വരുന്നതും പിന്നെന്താണ്? സെക്കൻഡ് സ്ട്രീറ്റ് റണ്ണിങ് ഇൻ ദ നോർത്ത് സൗത്ത്. നോർത്ത് സൗത്തിൽ സെക്കൻഡ് സ്ട്രീറ്റ്, നോർത്ത് സൗത്തിലെ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഭാഗം, അതായത് എക്സ് ആക്സിസിലാണ്. സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ്, നോർത്ത് സൗത്തിൽ പോണത് ഈ ഒരു സ്ട്രീറ്റും. ഇനി ഈസ്റ്റ് വെസ്റ്റിൽ
ഫിഫ്ത്ത് സ്ട്രീറ്റും ഈസ്റ്റ് വെസ്റ്റിലെ ഫിഫ്ത്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോണ സ്ട്രീറ്റ് ഇത്, അതായത് ഇങ്ങനെ പോണേൽ ഫിഫ്ത്ത് സ്ട്രീറ്റ് ഏതാ, ഈ ഒരു സ്ട്രീറ്റ് അല്ലേ. ഇനി ഇങ്ങനെ പോണേൽ സെക്കൻഡ് സ്ട്രീറ്റ് ഇത്. അപ്പോൾ ഈ രണ്ട് സ്ട്രീറ്റും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിനെ എന്തെന്ന് വിളിക്കും? ഈ ഒരു പോയിൻറ്റിനെ 25 എന്നാണ് ഈ ഒരു ക്രോസിങ് പറയുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സ്ട്രീറ്റ് ഇൻ്റർസെക്ഷൻ ക്യാൻ ബി റെഫേർഡ് ടു ആസ് 4-3. 4-3 വെച്ചിട്ട് എത്ര സ്ട്രീറ്റ് ഇൻ്റർസെക്ഷൻസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4-3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് സൗത്തിൽ, അതായത് ഇങ്ങനെ പോകുന്നതിൽ 4th സ്ട്രീറ്റ് ഏതാ, ഈ ഒരു സ്ട്രീറ്റ്. പിന്നെ ഇങ്ങനെ പോണതിൽ 3rd സ്ട്രീറ്റ്. അപ്പോൾ ഈ സ്ട്രീറ്റും ഈ സ്ട്രീറ്റും തമ്മിൽ എവിടെയാണ്? ഇവിടെയാണ് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് 4-3 എന്ന പോയിൻ്റ്. ഇങ്ങനത്തെ എത്ര സ്ട്രീറ്റ് ഉണ്ടെന്ന്, ഈ 4th നോർത്ത് സൗത്തും 3rd ഈസ്റ്റ് വെസ്റ്റും ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഈ 4-3 എന്ന പോയിൻ്റ് എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണമുള്ളൂ ഈ 4-3 എന്ന് പറഞ്ഞ പോയിൻ്റ്. പക്ഷേ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആവശ്യമില്ലാത്തൊരു ഇതാണെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ ടീച്ചർ എന്താ പഠിപ്പിക്കണത് എനിക്കറിയില്ല. ഒരു ഇതിലിപ്പോൾ ഇങ്ങോട്ടേക്ക് 10 സ്ട്രീറ്റ്, ഇങ്ങോട്ടേക്കും 10 സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4 ഇതും എന്തെന്നെയാ നോർത്ത് സൗത്ത് ഡയറക്ഷനിലെ 4th സ്ട്രീറ്റാണ്. ഇനി ഇത് എന്തെന്നെയാ ഈസ്റ്റ് വെസ്റ്റിൽ ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെയും വരും ഒരു 4-3 അല്ലേ. അതുപോലെ തന്നെ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഈ 4th കൂടെ ഈസ്റ്റ് വെസ്റ്റിലെ ഈ ഒരു ഇവിടെയും വരും ഒരു 4-3. അതുപോലെ ഇവിടെയും വരും ഒരു 4-3. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 4 4-3 ഇൻ്റർസെക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, ഇത് നെഗറ്റീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 4 ആണോ 1 ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഇതിൽ 4 ഇൻ്റർസെക്ഷൻസ് ഇവിടെ, അതായത് ക്വസ്റ്റ്യൻ എന്താണ്, നോർത്ത് സൗത്ത് പോണ 4th സ്ട്രീറ്റും ഈസ്റ്റ് വെസ്റ്റ് പോണ 3rd സ്ട്രീറ്റും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അത് എത്ര എണ്ണം ഉണ്ടാവും? നോർത്ത് സൗത്ത് പോണ 4th സ്ട്രീറ്റ് ഈ സൈഡിലുണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഈസ്റ്റ് വെസ്റ്റ് പോണ 3rd സ്ട്രീറ്റ് ഈ സൈഡിൽ 3rd സ്ട്രീറ്റ് ഉണ്ട്, ഈ സൈഡിലും 3rd സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 4 എണ്ണം ഉണ്ട്, അല്ലാത്തത് ഒരെണ്ണം. ഇനി അടുത്തത് നിങ്ങളുടെ ടീച്ചർ എന്താ പറയണതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി സ്ട്രീറ്റ് ഇൻ്റർസെക്ഷൻ ക്യാൻ ബി, സെയിം തന്നെ 3-4 എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്ത് 3rd സ്ട്രീറ്റ്, ഈസ്റ്റ് വെസ്റ്റ് 4th സ്ട്രീറ്റ് ഇതായിരിക്കും. ഇതാണ് 3-4. അപ്പോൾ ഇവിടെ നോക്കിയാലും ഇത് 3rd സ്ട്രീറ്റാണ്, ഇത് 4th സ്ട്രീറ്റാണ്. ഇവിടെയും വരും ഒരു 3-4. ഇതുപോലെ തന്നെ ഇവിടെയും വരും ഒരു 3-4, ഇവിടെയും വരും ഒരു 3-4. എന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിനൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനത്തെ വട്ട് പിടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കില്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പ്രോഗ്രാം ഡിസ്പ്ലേസ് ഇമേജസ് ഓൺ എ റെക്റ്റാങ്കുലർ സ്ക്രീൻ whose coordinate system has the origin at the bottom left corner. The screen is 800 pixels wide and 600 pixels high. A circular icon of radius 80 pixels is drawn with its center at the point A 100-150. Another circular icon of radius 100 pixels is drawn with its center at the point B 250-230. Determine whether any part of either circle lies outside the screen, whether the two circles intersect each other. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാതിരി ക്വസ്റ്റ്യനാണ്, വെറുതെ മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് വരയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല, വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെയും വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയണത്, ഒരു റെക്റ്റാങ്കുലർ ഡിസ്പ്ലേ ആണ്, ഒരു റെക്റ്റാങ്കുലർ സ്ക്രീനാണ്. ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ അതിലെന്താ വരുന്നത്, ഒരു റെക്റ്റാങ്കുലർ സ്ക്രീൻ. ആ സ്ക്രീനിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. 800 പിക്സൽസ് ആണ് അതിൻ്റെ വിഡ്ത്ത്, 600 പിക്സൽസ് ഹൈറ്റും വരുന്നുണ്ട്. ഇനി ആ ഒരു സ്ക്രീനിൽ 2 സർക്കുലർ ഐക്കൺസ് അറിയാലോ, അപ്പോൾ സർക്കുലർ ഷേപ്പിലുള്ള 2 ഐക്കൺസ് വരുന്നുണ്ട്.
അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ 80 പിക്സലാണ്. ആ സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത് 100, 150 എന്ന പോയിൻറ്റിലാണ്, എ എന്ന പോയിൻറ്റ്. ഇനി അടുത്ത സർക്കുലർ ഐക്കൺ ഓഫ് റേഡിയസ് 100 പിക്സൽസ് വരുന്നത് 250, 230 എന്ന പോയിൻറ്റിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വരയ്ക്കേണ്ടി വരും, ഇത്രയും കാര്യമായിട്ട് വരയ്ക്കേണ്ട. എന്നാലും ഇത് 100ഉം 150ഉം 250, 230. അപ്പോൾ ഇത് ഗ്രാഫിൽ വരയ്ക്കിയിരിക്കും നല്ലത്. വെദർ എനി പാർട്ട് ഓഫ് ഈദർ സർക്കിൾസ് ലൈസ് ഔട്ട്സൈഡ് ദ സ്ക്രീൻ, വെദർ ദ ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇതാണ് സ്ക്രീന്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സ്ക്രീൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ വരച്ച് വെച്ചത്. ഇതാണ് സ്ക്രീന്. ഇതിലെ വിഡ്ത്ത് എത്രയാണ്? 800, ഇവിടം വരെ 800. ഇനി ഹൈറ്റ് 600. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഐക്കൺ അടയാളപ്പെടുത്തണം. ഐക്കൺ എവിടെയായിട്ടാണ്? എ എന്ന പോയിൻറ്റിൽ. എ എന്ന പോയിൻറ്റ് 100ഉം 150, അതായത് എക്സ് കോർഡിനേറ്റിലെ 100ഉം വൈ കോർഡിനേറ്റിലെ 150യും. ഇവിടെയാണ് എ എന്ന പോയിൻറ്റ് വരുന്നത്. ഇതാണ് പോയിൻറ്റ് എ. ഇനി ബി എന്ന പോയിൻ്റ് എവിടെയാണ്? 250, 230. അപ്പോൾ ഇവിടുത്തെ 250 എക്സ് കോർഡിനേറ്റ് 250, വൈ കോർഡിനേറ്റ് എവിടെയാണ്? 230. അപ്പോൾ 230 ഇവിടെ നിന്ന് 200ൽ നിന്ന് ഇത് രണ്ടെണ്ണമാകുമ്പോൾ 210 ആയി, അടുത്ത രണ്ടെണ്ണമാകുമ്പോൾ 220 ആയി, അടുത്ത രണ്ടെണ്ണമാകുമ്പോൾ 230 ആയി. അപ്പോൾ 250, 230 ഏകദേശം ഇവിടെ വരും. ഇതാണ് ബി എന്ന സെൻറ്റർ ഓഫ് ദ സർക്കുലർ ഐക്കണ്ട സെൻറ്റർ. അപ്പോൾ എയും ബിയും കിട്ടി. ഇവിടെ ഇനി ഒരു എന്ത് വരും? ഒരു സർക്കുലർ ഐക്കൺ വരും. ഇവിടെയും ഒരു സർക്കുലർ ഐക്കൺ വരും. അപ്പോൾ ഇത് രണ്ടും സ്ക്രീനിന് പുറത്താവോ അകത്താവോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ ഐക്കണിൻ്റെ ഈ ഒരു എ പോയിൻറ്റിലുള്ള എ സെൻറ്ററായിട്ടുള്ള ഐക്കണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 80 പിക്സലാണ്. അപ്പോൾ ഇതൊക്കെ എത്രയാണ്? ഇവിടെ ഇത് എഴുതിക്കോളൂ. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 50 പിക്സൽസ്. അപ്പോൾ ഇവിടുത്തെ സർക്കുലർ ഐക്കണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 80 പിക്സൽസ്. അപ്പോൾ ഇവിടെ നിന്ന് 80 പിക്സൽസ് ഇത് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. 80 പിക്സൽസ് എന്ന് വെച്ചാൽ എത്ര വരും? ഇവിടം വരെയൊക്കെ വരും. അപ്പോൾ ഇവിടെ നിന്ന് കോമ്പസിൽ ഇവിടം വരെ ഉള്ള ഒരു ലെങ്ത്ത് എടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു ലൈൻ ഒരു സർക്കിൾ വരയ്ക്കുക. ഇനി ഇവിടെയും അടുത്തത് എത്ര പിക്സലായിരുന്നു? 100 പിക്സൽ. അപ്പോൾ ഇവിടെ 100 പിക്സൽ വരെയുള്ള ലെങ്ത്ത് എടുക്കുക, എന്നിട്ട് ബി എന്ന സെൻറ്റർ ആക്കിയിട്ട് എന്ത് വരയ്ക്കുക? അടുത്ത സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇത് 100 പിക്സലും ഇത് എത്ര പിക്സലുമാണ്? 80 പിക്സലുമാണ്. ഇനി ഇത് തമ്മിൽ ഇത് പുറത്ത് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പുറത്തേക്കാവോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ എന്ന പോയിൻ്റ് എവിടെയാണ്? 100 ആൻഡ് 150 ആണ്. റേഡിയസ് എത്രയേ ഉള്ളൂ? 80 പിക്സലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് സ്ക്രീനിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര പിക്സലുണ്ട്? 150 അല്ലേ? 150. അതുപോലെ ഈ ഒരു ലെങ്ത്തും എത്രയുണ്ട്? 100 പിക്സൽ ലെങ്ത്ത് ഉണ്ട്. സെൻറ്ററിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ഈ ഒരു ലെങ്ത്ത് എത്രയാണ്? 100 ഉണ്ട്. വൈ ആക്സിസിലുള്ള ലെങ്ത്ത് 150 ഉണ്ട്. അപ്പോൾ റേഡിയസ് ആകെ 80 ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ സ്ക്രീനിൻ്റെ അകത്ത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതും എന്ത് തന്നെയായിരിക്കും? സ്ക്രീനിൻ്റെ അകത്ത് തന്നെയായിരിക്കും. ഇത് എവിടെയൊക്കെയാണ്? 250യും 230 പിക്സൽ 100 ഉള്ളത്. അപ്പോൾ ഇത് ഒറിജിനിൽ നിന്ന് ഈ ഒരു സെൻറ്റർ ഇരിക്കുന്നത് എവിടെയാണ്? 250 എന്ന ഇതിൽ എന്താണ് എക്സ് ആക്സിസിലും 230 വൈ ആക്സിസിലും ആയിട്ടാണ് ഈ സെൻറ്റർ ഇരിക്കുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് ഇനി എങ്ങോട്ടേക്ക് 100 എടുത്താലും ഈ സർക്കിൾ അവിടെ തന്നെ കാണും, സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ കാണും, പുറത്തേക്കൊന്നും പോവില്ല. ഇനി വെദർ ദ ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇനി അതാണ് നോക്കേണ്ടത്. ഇതിന് നിങ്ങളിത് കോമ്പസ് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോമ്പസ് ഇല്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കണില്ല. വരയ്ക്കാണ്ട് തന്നെ ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് എത്ര ഐക്കൺ ഇത് തന്നിരിക്കുന്നത്? സെൻറ്ററിൻ്റെ 100, 150. ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 250, 230. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഈ ഒരു എ എന്ന സെൻറ്റർ തുടങ്ങി ഈ സർക്കിളിൻ്റെ ഏത് പോയിൻ്റ് വരെയും എത്രയായിരിക്കും?
80 പിക്സലായിരിക്കും, കാരണം അതാണ് ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലോ. അപ്പോൾ ഇതാണ് രണ്ട് സർക്കുലർ ഐക്കണിൻ്റെയും സെൻറ്റർ വരുന്നത്. എ എന്ന് പറയുന്നത് 100 150, ബി എന്ന് പറയുന്നത് 250 230 വരുന്നത്. എയിൽ നിന്ന് സർക്കിളിൻ്റെ ഏതൊരു പോയിന്റിൽ എടുത്താലും എത്രയാണ് റേഡിയസ്, എത്രയാണ് തന്നിരിക്കണേ? 80. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇത് എത്ര ഉണ്ടാവും? 80 പിക്സൽ ഇവിടെയാണ് സർക്കിൾ വരണേന്ന് വയ്ക്കുക. അതുപോലെ ബിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചാൽ അത് എത്ര ഉണ്ടാവും? 100 പിക്സൽ. അപ്പോൾ ഇത് മൊത്തം 180 അല്ലേ? എ ടു ബി രണ്ടിൻ്റെ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ എത്ര വരും? 180 പിക്സൽ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി നോക്കാം. അത് നോക്കുമ്പോൾ 180യുടെ ലെസ് ദാൻ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി 180യുടെ ഗ്രേറ്റർ ആണെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഫ്രം എ ടു ബി ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് ഓഫ് ഇത് x1 y1, ഇത് x2 y2 എടുക്കാം. x2 മൈനസ് x1, 250 മൈനസ് 100 എത്രയാണ്? 150 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1, 230 മൈനസ് 150 ഈക്വൽ ടു 80 ഈക്വൽ ടു 150. 50ൻ്റെ സ്ക്വയർ എന്താ? 225. അപ്പോൾ 150 വരുമ്പോൾ 2 0 പ്ലസ് 80യുടെ സ്ക്വയർ എത്രയാണ്? 64, 2 0 6400. 22,500 പ്ലസ് 6,400 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 28,900. 289 എന്തിൻ്റെ സ്ക്വയർ? 16 സ്ക്വയർ 256ഉം 17 സ്ക്വയർ എന്താ? 7 × 7 49. അപ്പോൾ അറ്റത്ത് 9 വരും. അപ്പോൾ 17 സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 289 ആണ്. അപ്പോൾ 289 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? 170. അതായത് ഫ്രം എ ടു ബി രണ്ട് സർക്കുലർ ഐക്കണിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് 170 ആണ്. ഇവ തമ്മിലുള്ള റേഡിയസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 80 പ്ലസ് 100 ഈക്വൽ ടു 180. അപ്പോൾ 170 എന്ന് പറയുമ്പോൾ 180നേക്കാളും ലെസ് ദാൻ 180 ആണ്. അതായത് ഒരു സർക്കിള് മറ്റേ സർക്കിളിൻ്റെ എന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുള്ളൂ. ക്ലാസ് മനസ്സിലാവണുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പുതിയ ചാനലാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്ലോട്ട് ദ പോയിൻറ്റ്സ് A21, B-1 2, C-2 -1 and D1 -2 in the coordinate plane is ABCD a square. Can you explain why? What is the area of this square? ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കൊരു 4 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഫിഗർ ഒരു സ്ക്വയർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? 4 sides ആർ ഈക്വൽ ആയിരിക്കും അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 sides ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആവോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. 4 sides ഈക്വൽ, റോംബസിൻ്റെ 4 sidesഉം ഈക്വലാണ്. അപ്പോൾ സ്ക്വയർ ആവണമെങ്കിൽ 4 sides ഈക്വൽ ആയാൽ മാത്രം പോരാ, അതിൻ്റെ ഡയഗണൽസ് എന്തായിരിക്കണം? ഡയഗണൽസും ഈക്വൽ ആയിരിക്കണം, എന്നാൽ മാത്രം അത് സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡും ഡയഗണൽസും എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എവിടെയാണ്? 2 1 2 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 2 ആൻഡ് വൈ കോർഡിനേറ്റ് 1. അപ്പോൾ ഇതാണ് എ എന്ന പോയിൻ്റ്. 2 1 A 2 1. അടുത്ത പോയിൻ്റ് B -1 2 -1 +2. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -1, വൈ കോർഡിനേറ്റ് +2. അപ്പോൾ B -1 +2 ആണ് ഇത്, ഈ ഒരു പോയിൻ്റ്. ഇനി സി എന്ന പോയിൻ്റ് -2 -1, തേർഡ് ക്വാഡ്രൻറ്റ്, രണ്ടും നെഗറ്റീവ്. -2 എക്സ് കോർഡിനേറ്റ്, -1 വൈ കോർഡിനേറ്റ്. ഇതാണ് അടുത്ത പോയിൻ്റ്.
ഡി എന്ന പോയിൻ്റ് 1 നെഗറ്റീവ് 2 1 നെഗറ്റീവ് 2 എക്സ് കോർഡിനേറ്റ് 1 വൈ കോർഡിനേറ്റ് നെഗറ്റീവ് 2 4 ക്വാഡ്രൻറ്റിലായിട്ടാണ് 4 പോയിൻറ്റ്സും ഇരിക്കണം. ഇനി ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഇത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എ ബി സി ഡി. കണ്ടിട്ടൊരു സ്ക്വയർ പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫിൽ നമ്മൾ വരച്ചു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ എളുപ്പത്തിന് ഞാനിവിടെ ഒരു റഫ് ഫിഗറാണ് വരച്ചത്. എ ബി സി ഡി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ ബിയുടെയും ബി സിയുടെയും സി ഡിയുടെയും എ ഡിയുടെയും നീളം കാണണം. അതോടൊപ്പം തന്നെ എന്തിൻ്റെ നീളം കാണണം? എ സിയുടെയും ലെങ്ത്ത് കാണണം, ബി ഡിയുടെയും ലെങ്ത്ത് കാണണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എ ബിയുടെ ലെങ്ത്ത് കാണാം. എ ബി. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് x1 y1 ഇത് x2 y2 എടുത്താൽ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 -1 മൈനസ് 2 അതായത് -1 മൈനസ് x1 എന്താ 2 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 y2 എന്താ 2 മൈനസ് y1 എന്താ 1 ഈക്വൽ ടു -3 സ്ക്വയർ പ്ലസ് 2 മൈനസ് 1 എന്താ 1 സ്ക്വയർ ദാറ്റ് ഈസ് 9 പ്ലസ് 1 എന്താ 10. അപ്പോൾ റൂട്ട് 10 ആണ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടിക്കുന്നത്, റൂട്ട് 10. ഇനി ഇതുപോലെ ഇനി അടുത്തത് നമുക്ക് ബി സി ലെങ്ത്ത് നോക്കാം. ബി സിയുടെ ഇതിപ്പോൾ x2 y2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീനെ x1 y1 ആക്കി എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ x1 y1 ഏതെടുക്കണം, x2 y2 ഏതെടുക്കണത് ഇമ്പോർട്ടൻ്റ് അല്ല, അതൊരു പ്രശ്നമേ അല്ല. കറക്റ്റായിട്ട് നിങ്ങൾ x2 മൈനസ് x1 തന്നെ ചെയ്യുക, y2 മൈനസ് y1 തന്നെ ചെയ്യുക. അല്ലാണ്ട് ഒരെണ്ണം x2 മൈനസ് x1ഉം അടുത്തത് y1 മൈനസ് y2 അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത്ര നോക്കിയാൽ മതി. അപ്പോൾ വേറെ ആൻസറൊക്കെ സെയിം തന്നെയാണ് കിട്ടുക. അപ്പോൾ x2 എത്രയാ? -1 മൈനസ് x1 എന്താ മൈനസ് -2 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. y2 എന്താ 2 മൈനസ് y1 എന്താ -1 ഓൾ സ്ക്വയർ ഈക്വൽ ടു ഇതെന്താണ് -1. ഇവിടെ എന്തായത് പ്ലസ് ആയി. അപ്പം -1 + 2 എന്താ +1 സ്ക്വയർ. ഇനി ഇവിടെയും എന്തായി മൈനസ് ആകുമ്പോൾ അത് പ്ലസ് ആയി. 2 + 1 എന്താ 3 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്ത് തന്നെ കിട്ടി? റൂട്ട് 10 തന്നെ കിട്ടി. അപ്പോൾ ഇതും റൂട്ട് 10 കിട്ടി. ഇനി നമുക്ക് ഏതാ നോക്കേണ്ടത്? സി ഡി നോക്കാം. ഇത് x1 y1, അപ്പോൾ ഇത് നമുക്ക് x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ സി ഡി ലെങ്ത്ത് ഈക്വൽ ടു x2 മൈനസ് x1 1 മൈനസ് x1 എത്രയാ? -2 ഓൾ സ്ക്വയർ പ്ലസ് y2 -2 y1 എത്രയാ? -1. അപ്പോൾ മൈനസ് y1 ഓൾ സ്ക്വയർ ഈക്വൽ ടു ഇതെന്തായി? മൈനസ് പ്ലസ് ഇവിടെയും മൈനസ് പ്ലസ് ആയി. അപ്പോൾ 1 + 2 3 സ്ക്വയർ -2 + 1 എന്താ -1 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ 9 + 1 10. അപ്പോൾ റൂട്ട് 10 തന്നെ. ഇതും റൂട്ട് 10 കിട്ടി. ഇനി അടുത്തത് ഏതാ? എ ഡി ഓർ ഡി എ. ഇത് x2 y2. അപ്പോൾ ഇത് നമുക്ക് x1 y1 ആക്കാം. അപ്പോൾ എ ഡിയുടെ ലെങ്ത്ത് എന്താ? റൂട്ട് ഓഫ് x2 1 മൈനസ് x1 1 മൈനസ് 2 ഓൾ സ്ക്വയർ പ്ലസ് y2 -2 മൈനസ് y1 -1 ഓൾ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2 എന്താ? -1 സ്ക്വയർ പ്ലസ് -1 മൈനസ് 1 എന്താ? -3 സ്ക്വയർ ഈക്വൽ ടു ഇതും എന്ത് തന്നെയാണ്? 1 + 9 ഈക്വൽ ടു റൂട്ട് 10. അപ്പോൾ ഇതും റൂട്ട് 10 കിട്ടി. അപ്പോൾ 4 സൈഡ്സ് ആർ ഈക്വൽ. സോ ദിസ് ഈസ് എ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്തും കൂടി ഉറപ്പിക്കണം, നമുക്ക് ഇതിൻ്റെ ഡയഗണൽസ് നോക്കണം. അപ്പോൾ ഇനി എ സിയുടെ ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ എയിനെ നമുക്ക് x1 y1 ആക്കാം, സിനെ നമുക്ക് x2 y2 എടുക്കാം. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 -2 മൈനസ് x1 എത്രയാ? 2 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 -1 മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു -2 എന്തായി? -4 സ്ക്വയർ പ്ലസ് -1 മൈനസ് 1 അതായത് -2 സ്ക്വയർ ഈക്വൽ ടു
4 സ്ക്വയർ എത്രയാണ് 16, 2 സ്ക്വയർ എത്രയാണ് 4, റൂട്ട് 20. അപ്പോൾ എ സിയുടെ ലെങ്ത്ത് എന്ത് കിട്ടി? റൂട്ട് 20 കിട്ടി. ഇനി ഇതേ ലെങ്ത്ത് തന്നെ ബി ഡിക്കും കിട്ടുമെന്ന് നോക്കാം. ഇനി ഡയഗണൽ, അടുത്ത ഡയഗണൽ ബി ഡി. ഇപ്പോൾ ഇവിടെ ബിക്ക് നമുക്ക് ബി x1 y1 ഡി x2 y2 എടുത്തു. റൂട്ട് ഓഫ് x2 മൈനസ് x1 1 മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് y2 -2 മൈനസ് y1 -2 സ്ക്വയർ ഈക്വൽ ടു 1 + 1 എന്താ? ഇവിടെ എന്തായി? ഇത് പ്ലസ് ആയി. അപ്പോൾ 1 + 1 2 സ്ക്വയർ പ്ലസ് -2 മൈനസ് ഓർ -2 എന്താ? -4 സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ 4 സ്ക്വയർ 16 ഈക്വൽ ടു 20, റൂട്ട് 20. അപ്പോൾ ഈ ഒരു ലെങ്ത്തും ഡയഗണൽ എന്ത് കിട്ടി? റൂട്ട് 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി എ ഈക്വൽ ടു റൂട്ട് 10 ആൻഡ് ഓൾസോ ഡയഗണൽസ് എ സി ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു റൂട്ട് 20. അപ്പോൾ എ ബി സി ഡി ഈസ് എ സ്ക്വയർ. ഇനി ഏരിയ ഓഫ് ദ സ്ക്വയർ എന്താ? ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ സൈഡ് നമുക്ക് എത്ര കിട്ടിയ? റൂട്ട് 10. അപ്പോൾ റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ്, സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീരാണ്. അടുത്തത് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററായിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ദെൻ ബൈ.